الحمد لله رب العالمين الحمد لله خالق السماوات والأرض عالم الغيب والشهادة نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله اللهم صل على سيدنا محمد وعلى آل سيدنا محمد نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم علمنا بما ينفعنا وانفعنا بما علمتنا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أما بعد السلام عليكم ورحمة الله وبركاته വിശുദ്ധമായ റമദാനിൽ എല്ലാവർക്കും സ്വാഗതം. എന്താണ് റമദാൻ മാസത്തിന്റെ സവിശേഷത? ശഹ്റു റമദാന അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. വിശുദ്ധ ഖുർആനിന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമാണ് ഈ മാസം. വിശുദ്ധ ഖുർആൻ അന്ധകാരത്തിൽ തപ്പിത്തടിയുന്ന മനുഷ്യ മക്കൾക്ക് മാർഗദർശനത്തിന്റെ പ്രകാശമാണ്. സന്മാർഗവും സത്യാസത്യ വിവേചനവും വിശദീകരിക്കപ്പെട്ട ദൈവിക ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം അൽ മഖ്റൂ അഥവാ വായിക്കപ്പെടുന്നത് എന്ന്. ഏറ്റവും കൂടുതലായി വായിക്കപ്പെടുന്ന ഗ്രന്ഥമാണ്. ജെയിംസ് മിറ്റ്നർ എന്ന ഒരു പാശ്ചാത്യൻ ചിന്തകൻ ഇസ്ലാം ദ മിസ്അണ്ടർസ്റ്റുഡ് റിലിജിയൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതുപോലെ The Quran is probably the most often read book in the world, surely the most often memorized and possibly the most influential in the daily life of the people who believe in it. ഏറ്റവുമധികം ലോകത്ത് വായിക്കപ്പെടുകയും ഹൃദിസ്ഥമാക്കപ്പെടുകയും മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിൽ സ്വാധീനിക്കപ്പെടുകയും ചെയ്യുന്ന വിശിഷ്ട ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഖുർആനിന്റെ മറ്റൊരു പേരാണ് അൽ ഫുർഖാൻ. അതിന്റെ അർത്ഥം മാ ഫറഖ ബൈനൽ ഹഖ്ഖി വൽ ബാത്തിൽ. സത്യത്തെയും അസത്യത്തെയും വിവേചിച്ചറിയാനുള്ള ഉരക്കല്ലാണ് ഖുർആൻ. മനുഷ്യധിഷണക്കും ബുദ്ധിക്കും നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ ലാബിൽ വെച്ച് സത്യാസത്യ വിവേചനം കണ്ടെത്താൻ സാധ്യമല്ല. എന്താണ് വിശുദ്ധ ഖുർആനിന്റെ പ്രമേയം? മനുഷ്യനും അവൻ ജീവിക്കുന്ന ഭൂഗോളവും അതിന് ചുറ്റുമുള്ള സൗരയുദ്ധവും താരസമൂഹവും ക്ഷീരപഥങ്ങളുമെല്ലാം വിശുദ്ധ ഖുർആനിൽ കടന്നുവരുന്നു. മനുഷ്യ ജീവിതമാണ് അതിന്റെ മുഖ്യ പ്രമേയം. മനുഷ്യന് ഭക്ഷണവും വെള്ളവും വായുവും വെളിച്ചവും പ്രദാനം ചെയ്യുന്ന സിദ്ധാവായ നാഥൻ കോടാനുകോടി ജീവികൾക്ക്, പക്ഷികൾക്ക്, മത്സ്യങ്ങൾക്ക് ജീവിതത്തിനാവശ്യമായ മുഴുവൻ സൗകര്യങ്ങളും ഒരുക്കിവെച്ച പ്രപഞ്ച സിദ്ധാവായ നാഥൻ മനുഷ്യരുടെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹ്യവുമായ ജീവിതത്തിൽ ആവശ്യമായ മാർഗ നിർദ്ദേശങ്ങൾ പ്രവാചകന്മാർ മുഖേന വേദഗ്രന്ഥത്തിലൂടെ നൽകുന്നു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നത് പുണ്യകരമായ ഒരു കർമ്മമാണ്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ് സ്വലാത്ത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയതൻ യർജൂന തിജാറതൻ ലൻ തബൂർ. അല്ലാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും നമസ്കാരം നിലനിർത്തുകയും നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നഷ്ടപ്പെടാത്ത ലാഭകരമായ കച്ചവടമാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സൂക്തത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നത് ഒരു സൽക്കർമ്മമായി ബോധ്യപ്പെടുത്തുന്നു. إذا قرئ القرآن فاستمعوا له وأنصتوا لعلكم ترحمون
ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നത് കേട്ടാൽ നാം അത് സശ്രദ്ധം ശ്രവിക്കുകയും നിശബ്ദരായിരിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ അല്ലാഹുവിന്റെ കാരുണ്യവർഷം നമ്മൾ ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ ആർക്കാണ് ഉപകാരപ്പെടുക? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ആ ഗ്രന്ഥം അതിൽ യാതൊരു സംശയവുമില്ല. ഭയഭക്തിയുള്ള തഖ്വയുള്ള ആളുകൾക്കാണ് വിശുദ്ധ ഖുർആൻ സന്മാർഗം കാണിച്ചു കൊടുക്കുക. ആരാണ് മുത്തഖികൾ? ശേഷം ഉള്ള സൂക്തങ്ങളിൽ അത് വിശദീകരിക്കുന്നു. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. അദൃശ്യമായതിൽ വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരാണവർ. الذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون. താങ്കൾക്ക് നാം ഇറക്കിത്തന്ന വേദഗ്രന്ഥത്തിലും താങ്കൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നവരാണവർ. പരലോകത്തിൽ ദൃഢവിശ്വാസമുള്ളവരാണവർ. അവർ അവരുടെ നാഥനിൽ നിന്നുള്ള സന്മാർഗത്തിലാണ്. അവർ തന്നെയാണ് വിജയികൾ. അപ്പോൾ വിജയത്തിന്റെ നിദാനമാണ് തഖ്വ ഉണ്ടാകുക എന്ന്. എന്താണ് തഖ്വ? കവി പാടിയതുപോലെ واصنع كماش فوق أرض الشوك يحذر ما يرى لا تحقرن صغيرة إن الجبال من الحصى. പാപങ്ങൾ അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ശരി നീ വർജിക്കുക, ഉപേക്ഷിക്കുക. അതാണ് തഖ്വ. മുള്ളു നിറഞ്ഞ ഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ എത്രമാത്രം ജാഗ്രത പുലർത്തിക്കൊണ്ടാണ് നീ നടക്കുക. അതുപോലെയായിരിക്കണം പാപങ്ങളുടെയും കുറ്റങ്ങളുടെയും ലോകത്തിൽ നിന്ന് തെന്നിമാറി നന്മയുടെ സത്യത്തിന്റെ മാർഗത്തിലൂടെ ചരിക്കുവാൻ നീ പരിശീലിക്കുക. ചെറുതെന്ന് കരുതി ഒന്നിനെയും നീ നിസ്സാരമാക്കരുത്. ചെറിയ ചരൽക്കല്ലുകൾ കൂടിച്ചേരുമ്പോഴാണ് വലിയ പർവ്വതങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് പുണ്യങ്ങളും നന്മകളും എത്ര ചെറുതാണെങ്കിലും അത് ചെയ്യാൻ നാം അമാന്തിക്കരുത്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. താങ്കൾക്ക് നാം അനുഗ്രഹീതമായ വേദഗ്രന്ഥത്തെ ഇറക്കിത്തം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മതിക്കുകയാണ്. എന്തിനാണ് താങ്കൾക്ക് നാം അനുഗ്രഹീതമായ ഖുർആൻ ഇറക്കിത്തന്നത്? ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. അതിലെ സൂക്തങ്ങളെക്കുറിച്ച് അഗാധമായി പരിചിന്തനം നടത്തുവാനും ബുദ്ധിജീവികൾ അതിൽ നിന്ന് ഉദ്ബോധനം സ്വീകരിക്കുവാനും വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. പ്രസിദ്ധനായ തത്വജ്ഞാനി ലുഖ്മാനുൽ ഹക്കീം തന്റെ മകന് നൽകിയ ഒരു ഉപദേശമുണ്ട്. യാ ബുനയ്യ ലാ തതഅല്ലം മാ ലാ തഅലം ഹത്താ തഅമല ബിമാ തഅലം. എന്റെ പ്രിയപ്പെട്ട മകന്, നീ നിനക്കറിയാത്തതൊന്നും പഠിക്കരുത്, അഭ്യസിക്കരുത്. നീ പഠിച്ചത് കർമ്മപഥത്തിൽ കൊണ്ടുവരാൻ നീ തയ്യാറാവുന്നത് വരെ. യാ ബുനയ്യ അലൈക ബിമജാലിസിൽ ഉലമാ. നീ പണ്ഡിതന്മാരുടെ സദസ്സുകളിൽ പോകണം. വസ്തമി കലാമൽ ഹുകമാ. സത്യജ്ഞാനികളുടെ ഉപദേശങ്ങൾ നീ കേൾക്കണം. ഇന്നല്ലാഹ തആല യുഹ്യിൽ ഖൽബൽ മയ്യിത കമാ യുഹ്യിൽ അർളൽ മയ്യിത. മരിച്ച മനസ്സിനെ അല്ലാഹു നിർജീവമായ ഭൂമിയെ പേമാരി വർഷം സജീവമാക്കുന്നത് പോലെ ഉപദേശങ്ങൾ കൊണ്ട് ജീവസുദ്ധമാക്കും. ബൽ ഹുവ ആയാത്തുൻ ബയ്യിനാത്തുൻ ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽം. വിജ്ഞാനം നൽകപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ വ്യക്തമാക്കപ്പെട്ട സൂക്തങ്ങളാണവ. ജ്ഞാനത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ
മനുഷ്യന് വിശുദ്ധ ഖുർആനിന്റെ പൊരുളറിയൂ എന്നാണ് പറഞ്ഞതില്ല. വിശുദ്ധ ഖുർആൻ കേവലം പാരായണം ചെയ്താൽ മാത്രം പോരാ, അതിന്റെ അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് അതേക്കുറിച്ച് ആഴത്തിൽ വിചിന്തനം നടത്തി അതിലെ ആശയങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തി സഹൃദയർക്ക് പകർന്നുകൊടുത്ത് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചാരിതാർത്ഥ്യമുണ്ടാവുക. അല്ലാഹു പറയുന്നു, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മസാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. അല്ലാഹു ഏറ്റവും മനോഹരമായ സുവിശേഷം പരസ്പര പൂരകങ്ങളായ നിലയിൽ, ഘടകങ്ങൾ പരസ്പരം ഇടുകിച്ചേർന്ന നിലയിൽ, ആവർത്തിച്ചുറപ്പിക്കപ്പെട്ട നിലയിൽ ഇറക്കിയിരിക്കുന്നു. ഭിന്നതയോ വൈരുദ്ധ്യമോ ദർശിക്കാൻ കഴിയാത്ത വിധത്തിൽ ഖുർആനിലെ ആശയങ്ങൾ പരസ്പര പൂരകങ്ങളായി നിലക്കുന്നു. അത് വായിക്കുമ്പോൾ അല്ലാഹുവിനെ, രക്ഷിതാവിനെ ഭയപ്പെടുന്നവരുടെ ചർമ്മങ്ങൾ രോമാഞ്ചം കൊള്ളുന്നു. സുമ്മത്തെലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ, അവരുടെ ചർമ്മങ്ങളും ഹൃദയങ്ങളും ദൈവസ്മരണയിലേക്ക് നൈർമല്യ ഭാവത്തോടെ തരളിതമാകുന്നു. ذَلِكَ هُدَى اللَّهِ يَهْدِي بِهِ مَن يَشَاءُ, അതാണ് അല്ലാഹുവിന്റെ സന്മാർഗം. അവൻ ഇച്ഛിക്കുന്നവരെ അവൻ സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു. وَمَن يُضْلِلِ اللَّهُ فَمَا لَهُ مِنْ هَادٍ, അവൻ വഴികേടിലാക്കിയവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ ആർക്കും സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ മനുഷ്യ മനസ്സിന്റെ അന്തരാളങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി അത് പ്രകമ്പനം സൃഷ്ടിക്കുമ്പോൾ മനുഷ്യ മനസ്സുകൾ ഭയവിഹ്വലമായി മാറുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തറുക്കാൻ വേണ്ടി ഉയരിപ്പിടിച്ച വാളുമായി സിംഹത്തെപ്പോലെ ഗർജിച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് ശുദ്ധ ഖുർആനിലെ വേദവാക്യങ്ങൾ കേട്ടപ്പോൾ അട്ടിൻകുട്ടിയെപ്പോലെ ശാന്തനായി മാറി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പലപ്പോഴും നിയന്ത്രണം വിട്ട് പൊട്ടിക്കരിയുമായിരുന്നു. നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് വിശുദ്ധ ഖുർആനിന്റെ ശക്തമായ ആശയങ്ങൾ അന്നിറങ്ങുമ്പോഴാണ് സ്വതന്ത്ര വ്യതിയാനം പോലും ശരീരത്തിൽ ദർശിക്കാൻ കഴിയുക. പ്രസിദ്ധനായ ജർമ്മൻ ചിന്തകൻ ഗോയ്തെ തന്റെ വെസ്റ്റ് ഓസ്റ്റിക് ദിവാൻ എന്ന ഗ്രന്ഥത്തിൽ വിശുദ്ധ ഖുർആനിനെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ വികാരം പങ്കുവെക്കുന്നുണ്ട്. However often we turn to it, its own attacks. എപ്പോഴെല്ലാം ഖുർആനെ നാം സമീപിക്കുന്നുവോ, അതിന്റെ താളുകൾ മറിച്ചു നോക്കാൻ ശ്രമിക്കുന്നുവോ, അത് നമ്മിൽ വല്ലാതെ ആകർഷിക്കും, astounds, and in the end enforces our reverence, our reverence. അത് നമ്മെ അമ്പരപ്പിക്കുന്നു, നമ്മിൽ ഭക്ത്യാദരവിന്റെ ഭാവം സൃഷ്ടിക്കുന്നു. It tied in accordance with its contents and aim is stern, grand, terrible, ever and anon, truly sublime. അതിന്റെ ശൈലിയും അതിന്റെ ആശയപ്രകാശന രീതിയും അതിലെ സംഗ്രഹവും അതിന്റെ ലക്ഷ്യവും കൃത്യവും കണിശവും ഉദാത്തവും ഗംഭീരവും പ്രൗഢവും തീവ്രവുമാണ്. Thus this book will go on exercising through all ages a most potent influence. ഈ ഗ്രന്ഥം നിസ്സംശയം നൂറ്റാണ്ടുകളിലൂടെ മനുഷ്യരിൽ ശക്തമായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അതിന്റെ ജൈത്രയാത്ര ചരിത്രത്തിൽ തുടരുക തന്നെ ചെയ്യും. ഇത് ഗോയത്തെയുടെ വാക്കുകളാണ്. സ്കോട്ട് എന്ന ചിന്തകൻ ഹിസ്റ്ററി ഓഫ് ദ മൂറിഷ് എംപയർ ഇൻ യൂറോപ്പ് എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി.
The Quran commands relief of the oppressed, protection of the defenseless, mercy to the orphan, and kindness to enemies. Quran മർദ്ദിതർക്ക് ദുരിതാശ്വാസവും നിസ്സഹായർക്ക് അടിച്ചമർത്തപ്പെട്ടവർക്ക് സംരക്ഷണവും അനാഥർക്ക് കാരുണ്യവും മൃഗങ്ങൾക്ക് ദയാദാക്ഷിണ്യവുമാണ്. എത്ര സുന്ദരമാണ് ആ പാശ്ചാത്യ ചിന്തകന്റെ വാക്കുകൾ. വിശുദ്ധ ഖുർആൻ മനുഷ്യകുലത്തിന് മുമ്പിൽ സമർപ്പിച്ച ഒരു വെല്ലുവിളി ഇന്നും അനാദിവർത്തിയായി നിൽക്കുന്നു. إن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين. നാം നമ്മുടെ അടിമക്കിറക്കിയ വേദഗ്രന്ഥത്തെക്കുറിച്ച് നിങ്ങൾ സംശയത്തിലാണെങ്കിൽ തത്തുല്യമായ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങളുടെ സഹായികളെയെല്ലാം നിങ്ങൾക്ക് വിളിക്കാം. അല്ലാഹു അല്ലാഹ് എല്ലാം തഫ്അലൂ, നിങ്ങൾ ഒരിക്കലും അതിന് മറുപടി നൽകിയിട്ടില്ല. പ്രവാചകന്റെ കാലഘട്ടത്തിൽ നിങ്ങൾക്കതിനൊരിക്കലും കഴിയുകയും. മറ്റൊരിടത്ത് ഖുർആൻ പറയുന്നു, ഖുൽ ഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ യഅ്തു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅ്തൂന ബിമിസ്ലി വലൗ കാന ബഅ്ദുഹും ലിബഅദിൻ ബഹീറ. ജിന്നുവംശവും മനുഷ്യവംശവും ഒരുമിച്ച് കൂടിയാൽ പോലും ഇതുപോലെയുള്ള ഒരു ഖുർആൻ കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ല. അവർ പരസ്പരം സഹായിച്ചാൽ പോലും. എച്ച്.ആർ. ഗിബ് എന്ന് പറയുന്ന ഒരു ചിന്തകൻ, പാശ്ചാത്യൻ ചിന്തകൻ, മുഹമ്മദനിസം എന്ന തന്റെ പുസ്തകത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ഈ വെല്ലുവിളിയെക്കുറിച്ച് പ്രതികരിക്കുന്നത് കാണുക. Well then, if the Quran were his own composition, other men could write it. ഖുർആൻ മുഹമ്മദ് സ്വന്തമായി കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെങ്കിൽ മറ്റുള്ളവർക്കതിനെ വെല്ലുവിളിക്കാമല്ലോ. Let them produce 10 verses like it. 10 തത്തുല്യമായ സൂക്തങ്ങൾ അവർ കൊണ്ടുവരട്ടെ. If they could not, അവർക്കതിന് സാധ്യമല്ലെങ്കിൽ, and it is obvious they could not, എന്നാൽ ഒരിക്കലും അവർക്കത് കഴിയുകയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. Then let them accept the Quran as an outstanding evidential miracle. കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടാൽ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണെന്ന് അവർ അംഗീകരിച്ചു കൊള്ളട്ടെ എന്ന എച്ച്.ആർ. ഗിബിന്റെ പ്രതികരണം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന ഖുലുഖുഹു അൽ-ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നു. വിശുദ്ധ ഖുർആൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽസ്വഭാവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പറഞ്ഞത്, ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, താങ്കൾ ഉന്നതമായ സ്വഭാവഗുണത്തിലാണ് എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കൂട്ടിച്ചേർക്കുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ അദ്രൂപമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സ്വഭാവഗുണങ്ങളിലെ ഏറ്റവും ആദരണീയമായ ഉന്നതമായ തലങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരെ കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരുടെയും ഉത്തമമായ സ്വഭാവഗുണങ്ങൾ മുഴുവൻ അന്തർലീനമായ സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന്റെ പ്രതിരൂപമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിത മാതൃക അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നതായിരിക്കും വിശുദ്ധ ഖുർആൻ അവതീർണമായി മാസത്തിലൂടെ കടന്നുപോകുമ്പോൾ നമുക്ക് അതോട് ഖുർആനിനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല നീതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വളരെക്കാലം പ്രവാചകനെ സേവ ചെയ്തിരുന്നു. ഒരിക്കൽ പോലും ചെയ്യുന്നു, എന്തിനത് ചെയ്തു, എന്തുകൊണ്ട് ചെയ്തില്ല എന്നോട് ചോദിച്ചില്ല. ഇത്രയും ഉദാത്തമായ സ്വഭാവം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞത് അല്ലാഹുവിന്റെ വചനങ്ങൾ ഉൾക്കൊള്ളുകയും അത് ഗ്രഹിക്കുകയും അത് തന്റെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്തുകൊണ്ട് മനുഷ്യ മക്കൾക്ക് മുമ്പിൽ എന്നും അനുകരിക്കാവുന്ന ഉജ്ജ്വലമായ ഒരു വ്യക്തിത്വമായി ചരിത്രത്തിൽ തിളങ്ങി നിന്നു എന്നതുകൊണ്ടാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാനും ഗ്രഹിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.